ഹലോ ഫ്രണ്ട്സ്, പാസഞ്ചറിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോകാൻ പോണത് കൊളുക്കുമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്, നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. വേറെ ഒന്നും കൊണ്ടല്ല, മൂന്നാറിൽ തന്നെ കൊളുക്കുമല. മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് ഏറ്റവും ആദ്യം എവിടെ ട്രിപ്പ് പോകണമെന്നാ അല്ലെങ്കിൽ യാത്ര പോകണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിൽ തന്നെയാണ് മൂന്നാറിന്. അപ്പോൾ നമ്മളും വിചാരിച്ച് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന്. കൊളുക്കുമല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം, ദ വേൾഡ് ഹയസ്റ്റ് ഓർഗാനിക് ടീ എസ്റ്റേറ്റ് ആണ് കൊളുക്കുമലയിലുള്ളത്. അതുപോലെ തന്നെ കൊളുക്കുമലയിലത്തെ സൺറൈസ് വ്യൂ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ സൺറൈസ് വ്യൂ ആണ്. പക്ഷേ നിങ്ങൾ കണ്ട കാഴ്ചകളൊന്നുമില്ല നമ്മളിവിടെ കാണിക്കാൻ പോണത്. കുറേയും കൂടിയും വ്യത്യസ്തമായിട്ടുള്ള അഡ്വഞ്ചറായിട്ടുള്ള വൈൽഡ് ലൈഫ് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും തുടരെ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാഴ്ചയിലോട്ട് പോവാം. ആദ്യത്തെ എപ്പിസോഡിലോട്ട് എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഫ്രണ്ട്സ്, നമ്മൾ കൊളുക്കുമലയിലോട്ട് കയറിനേക്കാളും മുമ്പ് ഇവിടെ ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. കാരണം കോവിഡിൻ്റെ ഇതായതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം. എസ്റ്റേറ്റിൻ്റെ ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മേളിൽ പോകാൻ. അപ്പോൾ അത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെയാണ് നമുക്ക് ഓൺ റോഡ് വന്നത്.
ഇനി അങ്ങോട്ട് പക്ക ഓഫ് റോഡാണ്. കൊളുക്കുമലയെ തന്നെ എല്ലാവർക്കും അറിയാം. കൊളുക്കുമലയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എല്ലാവരും മനസ്സിൽ വന്നത് ഇവിടുത്തെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണേ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല മിസ്റ്റായിട്ട് മൂടി കിടക്കുന്നതാണ്. കംപ്ലീറ്റ് മിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ. പിന്നെ ഏകദേശം ഒരു 5:30 മണി 6 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ലൈറ്റ് നമുക്ക് ഡൗൺ ആണ്. നമ്മളിപ്പോൾ കൊളുക്കുമലയിൽ പന്നെങ്കിൽ നമ്മുടെ സ്വന്തം പ്രൈവറ്റ് വെഹിക്കിൾസ് ആയിട്ട് അലൗഡ് അല്ല ഇവർ. പുറത്തുനിന്നുള്ളൊരു വെഹിക്കിൾസ് ഇവർ അലൗ ചെയ്യില്ല. ഇവിടെ പാസ്സുള്ള വെഹിക്കിൾസ് മാത്രമാണ് ഇവിടെ കയറ്റി വിടത്തോളും കൊളുക്കുമലൊക്കെ. ഇതൊരു നല്ലൊരു ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം വണ്ടിക്കാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിക്ക് വരാൻ പെർമിഷന് കാര്യങ്ങളും റെഡിയാക്കിയത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചാൾസ് എന്നാണ് പേര്. പുള്ളിക്ക് ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട് മേളിൽ കൊളുക്കുമലയിൽ. അപ്പോൾ പുള്ളിയുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പുള്ളിയുടെ ക്യാമ്പിലോട്ടാണ്. ക്യാമ്പിൽ പോയിട്ട് പുള്ളിയുടെ ക്യാമ്പും പിന്നെ ക്യാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങളും അത് പുള്ളി തന്നെ പറയും നിങ്ങളുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നൈറ്റ് സ്റ്റേ എന്തായാലും ക്യാമ്പിലാണ് പുള്ളിയുടെ. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ രാവിലെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ക്യാമ്പിൽ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഓഫ് റോഡിൻ്റെ കാഴ്ചകൾ കാണിക്കാം. നിങ്ങൾ കണ്ട ആ മിസ്റ്റൊക്കെ മാറിയിട്ട് തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണ് ആ കാഴ്ച. ഫുള്ള് ഇവിടെ മിസ്റ്റായിരുന്നു. നമുക്ക് കയറി വരുമ്പോൾ എല്ലാ മിസ്റ്റും ഇപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ മാറി മാറി ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പോൾ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇപ്പോൾ ഗസ്റ്റും ട്രാഫിക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ക്യാമ്പിലോട്ടാണ്. അതായത് കൊളുക്കുമല പീക്കിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ ഒരു റൈറ്റ് ടേൺ ചെയ്തിട്ട് ഡീവിയേഷൻ ചെയ്തിട്ട് പോകും. അപ്പോൾ അവിടെ ചാൾസിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നേരെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ലൈറ്റൊക്കെ പോയതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ ഇനി പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ ക്യാമ്പിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഏകദേശം ലേറ്റ് ഇപ്പോൾ തന്നെ ഏകദേശം 7 മണിയായി. അപ്പോൾ നമുക്ക് ക്യാമ്പിലത്തെ കാഴ്ചകളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചാൾസിൻ്റെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചാൾസിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും, കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ചാൾസിനെ കാണിച്ചു തരാം. ചാൾസ് ബ്രോ ദേ ഇവിടെ ഉണ്ട്, കാണാൻ പറ്റില്ല. അപ്പോൾ പുള്ളി ക്യാമ്പ് ഫയറിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.
ക്യാമ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ക്യാമ്പിന്റെ പേരും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ ആണ്, എബൌട്ട് 2000 മീറ്റർ ആണ്. ക്യാമ്പിൻ്റെ പേര് ജാഗ്വർ ഹൈഡൗട്ട്. ജാഗ്വർ ഹൈഡൗട്ട് നമ്മൾ പേരിടാൻ കാരണം ജാഗ്വർ റോക്ക് എന്ന് പറഞ്ഞാൽ പുലിപ്പാറ, ടൈഗർ റോക്ക്, ജാഗ്വർ റോക്ക് എന്നൊക്കെ പറയുന്നൊരു കൊളുക്കുമലയുടെ മേലൊരു ഫേമസ് റോക്കുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ക്യാമ്പ്. സോ അതുകൊണ്ടാണ് നമ്മൾ ക്യാമ്പിന് അങ്ങനെ പേരിട്ടിരിക്കുന്നത്. ബ്രോ എത്ര കൊല്ലം ഈ ഫീൽഡിൽ വന്നിട്ടിപ്പോൾ? ഞാനിപ്പം 9 വർഷം. 9 വർഷം. എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറയണത്. നമ്മൾ തമ്മിലൊരു 3 വർഷത്തെ ഒരു പരിചയം ഉണ്ട് അല്ലേ? അപ്പോൾ പുള്ളി ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇടും. ചാൾസിൻ്റെ വേറെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ടൈമും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണതും ചാൾസിൻ്റെ ഒക്കെ ഒരു ഗിറ്റാർ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടിപൊളിയാണ്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ നാളെ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. വാനിൽ വിതറും വെഞ്ചാമ്പലുകൾ ചൂടുണ്ടാക്കാൻ ചൂടുണ്ട്. വാനിൽ വെഞ്ചാമ്പലുകൾ തൊഴാളി കാണുന്നു കാണാത്തൊരു നാശം കണ്ടിട്ടും മൗനം അറിയാത്തൊരു കഥയിൽ തൊഴാളി കാണുന്നു കാണാത്തൊരു ജനതയിൽ നാശം കണ്ടിട്ടും മൗനം അറിയാത്തൊരു കഥയിൽ നാട്യം. അങ്ങനെ നമ്മളിപ്പോൾ സൺറൈസ് വ്യൂ പോയിന്റിൽ നിൽക്കുന്നതാണ് കൊളുക്കുമലയിൽ. സൺറൈസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൺറൈസ് വ്യൂ ഇല്ല ഇന്നിപ്പോൾ, ക്ലൗഡ്സ് മൂടിയിരിക്കണ കാരണം. പിന്നെ നല്ല ക്ലൈമറ്റാണ്, വേറെ മഴക്കാറും കാര്യങ്ങളൊന്നും ഇല്ല, വെതറും നല്ലതാണ്. പിന്നെ ക്ലൗഡ് ബെഡ് ഉണ്ട് കുറച്ച്, അത് ബാക്ക് സൈഡിലാണുള്ളത്. കൊളുക്കുമല എസ്റ്റേറ്റ് പിന്നെ ഫാക്ടറി, അതുകൂടാതെ മറ്റേ ക്ലൗഡ് ബെഡ് ബാക്ക് സൈഡിലോട്ടാണുള്ളത്. നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട്, ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളാണ് ഇവിടുത്തെ ആദ്യത്തെ ഗസ്റ്റ്. അതുകൊണ്ട് വേറെ ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗസ്റ്റോ ഒരു ഒച്ചപ്പാടോ ഒന്നുമില്ല. ഭയങ്കര പീസായിട്ടിരിക്കുന്ന സ്ഥലം. സാധാരണ ഇവിടെ എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്നാണ് സൺറൈസ് വ്യൂ കാണണം. എല്ലാവരും ഫോട്ടോയിൽ കാണാം, വീഡിയോസിലും. ഈ വലതുവശത്ത് കാണുന്ന ഈ മലയിലോട്ടാണ് നമ്മുടെ ഇന്ന് ഹൈക്കിങ്. നമ്മളിന്ന് മേളിൽ ആ മലയുടെ മേളിൽ പീക്കിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടോ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് മേളിലോട്ട് പോകാൻ പോണേ. ഇത് മറ്റൊരു ഫോട്ടോ പോയിന്റാണ്. ടൈഗർ റോക്ക് എന്നാണ് പറയണം. പുലിയുടെ ഫേസാണ് ഇതിൽ, ഈ റോക്കിന്. അതുകൊണ്ടാണ് ടൈഗർ റോക്ക് എന്ന് ഇതിന് പേരിട്ടേക്കണം. നമ്മ നടക്കണ വഴി ഇതുണ്ടോ, കാട്ടുപോത്തൊക്കെ പോയിട്ടുണ്ട്. കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുണ്ടോ. ഇനിയുള്ള ഈ വഴിയിൽ ഇവൻ്റെ ശല്യം ഉണ്ടാവും. ചെറുതായിട്ടൊന്നുമല്ല, നിറയെ അട്ടുണ്ട് ഈ വഴിയിൽ. ഇത് ഷോലയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ബെറ്റായിട്ടാണ് നടക്കണ വഴിയിൽ. അപ്പോൾ ഇത് നിറയുണ്ട് ഇവിടെ ഈ വഴിയിൽ അട്ട.
അപ്പം നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ കാടിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം കയറും. വേഗം ഫാസ്റ്റായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ. ഇതിപ്പോൾ ഇവിടം വരെയുള്ള ഒരു പാത്ത്. ഇനി അങ്ങോട്ടുള്ളത് കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അധികം ആരും പോകാത്ത വഴിയാണ് ഇനി അങ്ങോട്ട്. ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുന്നതാണ്. ആനിമൽ ആക്ടിവിറ്റി ഉണ്ട് ഈ വഴിയിൽ. കാട്ടുപോത്ത്, മ്ലാവ്, ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റി കാണുന്നുണ്ട്. ഇതുവരെ ഇരുന്നത് നമുക്ക് ആ ചെറിയൊരു ഷോളുണ്ടായത്. ഇനി ഗ്രാസ് ലാൻഡാണ് ഇതുപോലെ മുന്നോട്ടങ്ങോട്ട്. സൂപ്പർ വ്യൂ ആണ്. ഈ നമ്മ വിചാരിച്ച സ്ഥലത്തല്ലാതെ വലതുവശത്താണ് നമുക്ക് ക്ലൗഡ് ബെഡ്സ് കിട്ടിയേക്കണം. അവിടെ നിന്ന് ഇങ്ങനെ മിസ്റ്റ് ഇങ്ങനെ ഒഴുകി വന്നെ, ക്ലൗഡ്സ് ഇങ്ങനെ ഒഴുകി തന്നെയാണ് ആ മലയിൽ കൂടെ. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം വ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞൂടാ. ഇപ്പുറം ഫുള്ള് ക്ലിയർ ആയി കിടക്കണേ. ക്ലൗഡ്സും ഇല്ല, മിസ്റ്റും ഇല്ല, ഒന്നുമില്ല. ഫുൾ ഓപ്പൺ വ്യൂ. 360. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ 360 ഫുൾ വ്യൂ ആണ്. നല്ല കുത്തനുള്ള കയറ്റമാണ് ഇനി അങ്ങോട്ട്. ഇതിൻ്റെ പീക്കിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഈ ചെടി കണ്ട ഒരു കാറ്റസ് മാതിരിയില്ല, കാറ്റസിൻ്റെ ഒരു ഇതുമാതിരി നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്ന ഒരു ഇതുമാതിരി ഉണ്ട്. ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഫുൾ കൈ ഡ്രസ്സ് ഇടണമെന്ന് പറയണ വേറെ ഒന്നും കൊണ്ടല്ല, ഹൈക്കിങ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ. കാരണം നമ്മുടെ മേത്ത് ഈ കമ്പുകളൊക്കെ കൊണ്ട് സ്ക്രാച്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ചെറിയ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ സ്നേക്ക് ബൈറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഫുൾ സെക്യൂർഡ് ആയിരിക്കണം ബോഡി എപ്പോഴും. നമ്മളിപ്പോൾ ക്ലൗഡ്സിൻ്റെ മേലോട്ട് ഓൾട്ടിറ്റ്യൂഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ക്ലൗഡ്സിൻ്റെ മേലത്തെ ഒരു വ്യൂവിലോട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ചുകൂടി ഉള്ളൂ ഇനി അങ്ങോട്ട് പീക്കിലോട്ട്. ഒരു 200 മീറ്റേഴ്സേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓൾമോസ്റ്റ് മേളിലെത്തി നമ്മൾ. Finally, we reached our destination. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ രാവിലെ സൺറൈസ് കൊളുക്കുമലയിൽ നിന്നുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹൈക്കിംഗ് ഉണ്ടായി. ഹൈക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്.
ഇതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന കൊളുക്കുമലയിൽ നിന്ന് കാണുന്ന വലതുവശത്ത് കാണുന്ന മലയുടെ പീക്കി എന്നുള്ള വ്യൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് കംപ്ലീറ്റ് കാണാം. അങ്ങോട്ട് കിടക്കുന്ന മൊത്തം തമിഴ്നാടാണ്. പിന്നെ അതായത് ബോഡി തേനി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ആ കാണുന്നത് നേരെ. പിന്നെ ഈ താഴത്ത് കാണുന്നതാണ് കേളാട്ടുകുടി എന്ന് പറയുന്നത്. അതൊരു ട്രൈബൽ കോളനിയാണ്. അതുപോലെ ഇത് കുറഞ്ഞണിക്കുടി. ഇവിടെ അങ്ങനെ കുറച്ച് ട്രൈബൽസ് ഉണ്ട്. ഈ സംഭവം കണ്ട, ഈ സംഭവം കണ്ട, ബോൾ മാതിരി ഇരിക്കണ ഇത് ശരിക്കും ബോളല്ല. ഇതിപ്പോൾ തുറയും. കാണിച്ചുതരാം. കണ്ട, തുറയണ കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എക്സ്പീരിയൻസ്, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടുള്ള ഇതേപോലെ തന്നെയുള്ള അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഞങ്ങളുടെ കൂടുതൽ എപ്പിസോഡ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് വൈൽഡ് ആനിമൽസിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. വന്നോയ്ക്ക് കുറേ ട്രയൽസൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ പുലി, കാട്ടുപോത്ത്, മ്ലാവ്, മുള്ളമ്പന്നി, ആട്, വരയാട് അതേമാതിരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അധികം നേരം ഇനി നിൽക്കാനും പറ്റില്ല. നമ്മൾ ഒരു 3/4 മണിക്കൂറാണ് ഇവിടെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യണത്. ഇനിയിപ്പോൾ മിസ്റ്റ് വൺ സൈഡിൽ നിന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റ് കംപ്ലീറ്റ് മൂടിനെക്കാട്ടി മുമ്പ് നമുക്ക് താഴത്തോട്ട് പോകണം. കാരണം അല്ലെങ്കിൽ റൂട്ട് കൺഫ്യൂഷനാവും. ഞാൻ ഇതിനു മുമ്പ് ഒരു 4 വർഷം എന്തോ ആയി 2 തവണ ഇവിടെ ഹൈക്കിങ്ങിന് വന്നിട്ടുണ്ട്. പിന്നെ ഇതാരും അനുകരിക്കാൻ നോക്കരുത്. ഹൈലി റിസ്കി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കുത്തനുള്ള ഇറക്കത്തിൽ ഇറങ്ങുമ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ആ ഷോലയിൽ കൂടെ കയറി പിന്നെ നമ്മൾ വന്ന ഈ കാണുന്ന ഹില്ലിൻ്റെ കോർണറിൽ കൂടെ, അതായത് റിഡ്ജ് വാക്കിൽ കൂടെ നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെത്തണം. ഇറങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരെ കുത്തനെ ഇറങ്ങരുത്. കുത്തനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ മുഖം കുത്തി വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ പിടുത്തം കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോഴും സൈഡ് ചെരിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. നമുക്ക് സിക്സാക്ക് പറ്റിയെങ്കിൽ ഏറ്റവും നല്ലതാണ് സിക്സാക്കായിട്ട് പോകണം. കുത്തനെ ഇറങ്ങാൻ നോക്കരുത് എപ്പോഴും. പിന്നെ ഈ ട്രക്കിംഗ് പോൾസ് ഉള്ളതുകൊണ്ട്, അതായത് ഈ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ. നമുക്ക് ഒരുപാട് ബാലൻസ് ചെയ്ത് ഇറങ്ങാൻ പറ്റും.
ഇതാണ് കേട്ടോ ചാൾസിൻ്റെ ക്യാമ്പ് ഇന്നലെ പറഞ്ഞിരുന്നത്. അപ്പോൾ വെളുപ്പിനെ അങ്ങോട്ട് സൺറൈസ് ട്രക്കിങ്ങിന് പോയതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്കിത് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നല്ല മിസ്റ്റും മഴയൊക്കെയാണ്, അതുകൊണ്ട് ഇവിടുത്തെ ഫുൾ വ്യൂ അങ്ങോട്ട് മൂടിക്കിടക്കണേണ്. ജാഗ്വർ ഹൈഡ് ഔട്ട്. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്.